ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുളക് ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുളക് ബജി ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ നമ്മൾ മുളക് ബജി ഉണ്ടാക്കാനായിട്ട് പോകണം. ആദ്യം തന്നെ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, അത് വലിയ പച്ചമുളകാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു വിത്തുകളൊക്കെ നമ്മൾ എടുത്ത് മാറ്റണം. കാരണം നമ്മൾ ഈ ബജി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല എരിവ് വരാൻ ചാൻസ് ഉണ്ട്. അത് മാറ്റാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഇടുന്നുണ്ട്. അതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ കടലമാവാണ്. നിങ്ങളെ കയ്യിൽ കടലമാവ് ഉണ്ടെങ്കിൽ അതിടുക. അപ്പോൾ നമ്മൾ കുറച്ച് മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ കോൺഫ്ലവർ, മൈദ, അതിനുശേഷം നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇതിൽ നമ്മൾ എരിവിനും കളറിനൊക്കെ വേണ്ടിയിട്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ കളർ വേണമെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കാം, പക്ഷേ എരിവ് കൂടാതെ നോക്കണം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് കായപ്പൊടി, ആവശ്യത്തിനായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഈ മിക്സ്ചർ നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് നന്നായിട്ട് തന്നെ യോജിപ്പിക്കണം. അതിന് മുന്നേ നമ്മളിതിൽ വേറൊരു സംഭവം കൂടെ ചേർക്കാൻ പോകുന്നുണ്ട്. അതാണ് നമ്മുടെ സ്വന്തം വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി ഇടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ചിലവരിതിൽ ഇഞ്ചിയൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെളുത്തുള്ളി മാത്രം ഇതിൽ ചേർക്കുന്നുള്ളൂ. നമുക്ക് വെളുത്തുള്ളിയിലോട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിടുന്ന ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ അരച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം. ഇനി നമ്മൾ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തിട്ട് നല്ലോണം അപ്പോഴാണ് മനസ്സിലായത് കുറച്ചും കൂടെ മൈദ കാണണം. നമ്മൾ മൈദയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കുവാണ്. അപ്പോൾ ഇത് നമ്മുടെ ബജിക്കായിട്ടുള്ള പരിവാവുന്ന സമയത്ത് നമ്മുടെ മുളക് കുട്ടന്മാർ ഇതിലോട്ട് തട്ടിയിട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ല മുളകാണിത്. വലിയ മുളക് നോക്കി എടുക്കുക. ബജിക്കൊക്കെ വലിയ മുളകാണ് നല്ലത്. അപ്പോൾ നമുക്കിതിന് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ? അപ്പോൾ നമ്മുടെ മുളകും ഇതും എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ വേറൊരു പാനിലായിട്ട് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മുടെ വെളിച്ചെണ്ണ ഇങ്ങനെ കിടന്ന് തിളയ്ക്കും. ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ മിക്സിയിൽ മുക്കി വെച്ചേക്കുന്ന ആ മുളക് എടുത്തിട്ട് കൊടുക്കാം. ഗായ്സ്, ഇതിട്ടപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് എണ്ണ ഇങ്ങനെ പതയുന്നാണ് കാണുന്നത്. കണ്ട സോപ്പിലെടുത്തിട്ടാണൊക്കെ ഉണ്ട്. അത്രയ്ക്ക് പതയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ആ മുളകെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ മാവിന് എന്ത് പറ്റിയെന്ന് അറിയാമോ? ആ മുളകിൻ്റെ എല്ലാ സൈഡിലും ഇതിങ്ങനെ പെരണ്ട് വരുന്നില്ല. അങ്ങനെ ആയിട്ടേ ഉള്ളൂ ഈ മാവൊക്കെ. ഈ മൈദ മാവും മറ്റേ കോൺഫ്ലവർ മിക്സ് ചെയ്ത ആ മിക്സ്ചർ ഇങ്ങനെ അങ്ങുഞ്ഞായിട്ടുള്ളത് ഫുള്ളായിട്ട് വരുന്നില്ല. എന്ത് പറ്റുന്ന കേസ് അറിയത്തില്ല. അങ്ങനെ അതിൻ്റെ ചുറ്റും കോഴി ഇങ്ങനെ ഒഴിക്കുകയാണ്. അപ്പോൾ കണ്ടോ, നമ്മളെന്തൊരു മിസ്റ്റേക്ക് ഇതിൽ പറ്റി, എന്ത് മിസ്റ്റേക്കാണെന്ന് നിങ്ങൾ പറയണേ. എനിക്ക് തോന്നുന്നു ഗൈസ് ഇങ്ങനെ ആയിപ്പോയി. ഫുൾ ഇങ്ങനെ ആ മുളവിൽ കവർ ചെയ്ത് വരാതെ ഇങ്ങനെ ആയിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മൈദ ചേർത്തില്ല ഗൈസ്. മൈദയില്ല, കടലമാവ് ചേർത്തില്ല ഗൈസ്. മൈദ നമ്മൾ ഓൾറെഡി ചേർത്തു. പക്ഷേ ഇതിൽ ചേർക്കാത്തത് കടലമാവാണ്. നമ്മുടെ സാധാരണ ബജിക്ക് കടലമാവാണ് പറ്റിയത്. എന്നാലും കഴിച്ചു, കൊള്ളായിരുന്നു. എനിക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോഴത്തേക്കും ബൈ.